ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, ഭാർഗവൻ തൃക്കേട്ട, മാധവി പൂരിട്ടാതി. അമ്മയുടെ പേരിൽ ഒരെണ്ണം കഴിച്ചോളൂ. നാരായണി അമ്മ, രേവതി നക്ഷത്രം. അയ്യേ, ഇങ്ങനെ ചന്ദനം തൊടുക? ഈ വയസ്സാങ്കാലത്ത് ചന്ദനം എങ്ങനെ ഇരുന്നാലും എന്താണ്ടി മോളെ? അമ്മയെ കണ്ട അത്രയ്ക്ക് പ്രായമൊന്നും തോന്നൂല. ചെറുപ്പാ. എന്താ അമ്മായിമ്മയും മരുമോളും തമ്മിലൊരു കിന്നാരം പൊട്ടിച്ചിരി? ഏയ് ഒന്നുമില്ല. ഇവള് പറയാ ഞാൻ ഇപ്പോഴും ചെറുപ്പാണെന്ന്. സംഗതി നേരാണെങ്കിലും തുറന്നു പറയുന്നത് കേക്കാൻ ഒരു സുഖണ്ട്. മരുമോക്ക് ആളും തരമൊക്കെ കണ്ട് നിക്കാൻ അറിയാം. നിന്റെ മോന്റെ കെട്ടോളം എന്താണ്ടി അമ്പലത്തിൽ വരാത്തെ? നീ കൊണ്ടുവരണ്ട. മരുമകളെ ഉടുത്തൊരുക്കി കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ എന്താ നാട്ടുകാരെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നത്? ഉടുത്തൊരുങ്ങിയാ പോലും കാണാൻ കൊള്ളരുതാത്തവരെ കൊണ്ടുവരരുത്. ആളുകൾ അതൊക്കെ പറയും. ഈ എന്റെ മോളെ കാണാൻ ഒരുങ്ങിയില്ലെങ്കിൽ അവൾ ദേവസുന്ദരി, ഒരുങ്ങിയാലോ അപ്സരസ്. വലിയ നടക്കും, വേഗം പൊക്കോ. നമ്മൾ ഒന്നിച്ച് വരുന്നതും പോണതും അവൾക്ക് പിടിക്കുന്നില്ല. ഭദ്രകാളി ദേവി, ഇതിന്റെ ഫലം നീ അവൾക്ക് കൊടുത്തേക്കണേ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഈ പാട്ട് പോരെ, അല്ലെങ്കിൽ വേറെ പാട്ട് പാടാടാ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നു മകനെ. കണ്ണും പൂട്ടി ഉറങ്ങിയില്ലേ? അച്ഛനെ വിഷമിപ്പിക്കാതെ മോനെ. ആ ദേ അമ്മ വരുന്നു. ഇനി മാമ കൊണ്ടിട്ട് ഉറങ്ങിയാ മതി കേട്ടോ. ദേ വരുന്നു അമ്മയുടെ ചാഞ്ചിക്കട്ട മാടാ. നീ പോയ പിന്നെ ഇവള് കരച്ചു നിർത്തിയിട്ടില്ല. അതിന് വിശന്നിട്ടായിരിക്കും. കുറച്ച് പാല് തിളപ്പിച്ച് കൊടുക്കായിരുന്നില്ല? അതിന് ഇവള് സമ്മതിക്കണ്ടേ? നീ എന്തിനാണ് കൊച്ചിന്റെ സമ്മതം ചോദിക്കാൻ പോയേ? എടി മോളെ, അമ്മയ്ക്ക് വല്ലാത്ത പരവേശം. മോൾ ഇച്ചിരി ചായ വെച്ച് ഞാൻ പോയിട്ട് പശു ഒന്ന് മാറ്റി കേട്ടെ. കൊച്ചിനെ പിടി. എന്താ എടാ നോക്കി നിൽക്കാതെ കൊച്ചു കരയാൻ കണ്ടില്ലേ? എടുക്കടാ. അമ്മേ, കൊച്ചിനെ ഞാനിപ്പോ അതൊന്നും ഇപ്പൊ ആലോചിച്ച പോരാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, അനുഭവിക്കടാ. പറഞ്ഞാ കേക്കണ്ടേ? അമ്മായിയമ്മ പറഞ്ഞാ പിന്നെ മറുവാക്കില്ലല്ലോ. ഇതുപോലെ ഒരു അമ്മായിമ്മയും മരുമോളിയും ഈ നൂറ്റാണ്ടിന് മഷി ഇട്ട് നോക്കിയാ കാണില്ല. എന്തൊരു സ്നേഹം. മാധവി, ഇവൻ ഉറങ്ങി. പാലല്ലേ തിളച്ചു പോങ്ങണത്? പാലടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ എവിടെ പോയി കിടക്ക? അത് ശരി, രണ്ടാളും കൂടി ശൃംഗരിച്ച് നിൽക്കാണല്ലേ? ഒന്നുണ്ടായി നിവർന്ന് നടന്നു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ രണ്ടാമത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ? ഒന്നും പറയല്ല അമ്മേ. അയ്യോ, പാലങ്ങോട്ട് തിളച്ച് മറിയണോ. എന്നിട്ട് അമ്മയ്ക്ക് അത് വാങ്ങി വെക്കായിരുന്നില്ലേ? പിന്നെ എന്തിനാടി നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് വാങ്ങി വെച്ചെന്ന് കരുതി അമ്മയുടെ കയ്യില് വളയൊന്നും ഊരി പോവില്ലല്ലോ. ഊരി പോവാനും പൊട്ടി വീഴാനും നിന്റെ ദേഹം മുഴുവൻ പൊന്നിട്ടിട്ടല്ലടി നിന്റെ വീട്ടുകാര് നിന്നിങ്ങോട്ട് അയച്ചത്. മൂദേവിയല്ല, മാധവി. അതാ എന്റെ പേര്. കാലമാടത്തിയല്ല, നാരായണി. അതാ നിങ്ങളുടെ പേര്. അത്രയ്ക്കായോടെ നീ? എടാ, നീ ഇങ്ങനെ കുന്തം പിഴിക പോലെ നോക്കി നിൽക്കണ്ട. അവിടെ കാരനെ കുറ്റി രണ്ട് അടിച്ചു പൊളിക്കേ. ഈ തള്ളയുടെ ശരീരത്തിൽ ഏതോ പിശാച് കേറിയിട്ടുണ്ട്. ഒരു ചൂലെടുത്ത് 4 തല്ലു കൊടുക്ക. ബാധ ഒഴിയട്ടെ. ബാധ നിന്റെ അമ്മയ്ക്കാടി. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാടി നിന്റെ അമ്മ, നിന്റെ അമ്മൂമ്മ, നിന്റെ അമ്മൂമ്മേരെ അമ്മ. ഞാൻ നശിക്കടി, എല്ലാം ഞാൻ നശിക്കടി. അമ്മടി അമ്മ പ്ലേറ്റ് 1, ഭാര്യ മൺകൂച്ച 1, കപ്പ് 1. കണക്ക് അപ്പപ്പ തന്നെ എഴുതി. നാളെ ഇതിന്റെ പേരിൽ വേറെ വഴക്കുണ്ടാവും. അമ്മ പൊട്ടിച്ചത് മൺചട്ടി, മരുമോള് പൊട്ടിച്ചത് പൊൻചട്ടി എന്ന സ്ഥിതിയിലാവും. നീ എന്ത് ചെയ്യൂടി? ഇപ്പോഴത്തെ കാലത്തൊരു മൊന്തേ കനം കുറഞ്ഞു മൊന്ത പറക്കല്ലേ. മോന്തമ്മ കൊള്ളാഞ്ഞ ഭാഗ്യ. എന്തേ? കുറച്ച് പാല് വേണം. പാലിന്റെ പ്രശ്നല്ലേ ആകെ പ്രശ്നമായത്? പാല് കിടാവ് കുടിച്ചു. എന്താ അകത്തൊരു ബഹളം? അത് ടിവിന്നാ ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡിയാ കാണണ. മാധവി എന്ത്? അമ്മ ചൂലെടുത്ത സ്ഥിതിക്ക് അവള് പൊലക്കായിട്ട് വരും. ഓലക്കയോ? ആ ഓലക്ക. അരി ഇങ്ങനെ കുത്തിപ്പൊടിച്ചെടുക്കാൻ. കണ്ട എന്റെ വൈഫ് ഒലക്കെടുത്തു.
ഞാൻ പറഞ്ഞില്ലേ എന്ന് ഞാൻ വരട്ടെ. കഴിഞ്ഞ ഇല്ല, കല്യാണം കഴിഞ്ഞാ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാ. നമ്മുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ തള്ളക്ക് ഇറങ്ങി പോയിക്കൂടെ? മൈക്കിൽ ഈ വീടും പറമ്പ് എന്റെ പേരിൽ കിടക്കുക. നീ ഇവിടെ എന്റെ പിച്ച പൊറുക്കുക. ഇന്നോടെ ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. വലിഞ്ഞു കയറി വന്നൊന്നും അല്ല ഞാൻ. കത്തുന്ന നിലവിളക്കിന് മുന്നിലൂടെ വലുതുകാരി വെച്ചാ ഇങ്ങോട്ട് കയറിയത്. ദേ, വന്ന വഴി പുറത്തേക്ക് ഒടുക്കത്തെ പോക്ക് പോവാൻ ഇനി ഞാൻ കൊലവർക്ക് കത്തിച്ചേക്കാടി. എനിക്കിനി നിങ്ങളുടെ തള്ളയുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയാൻ പറ്റില്ല. മടങ്ങി ചെന്നാലേ എന്നെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന എന്റെ അമ്മ ആങ്ങളമാരുണ്ട്. മൈക്കിൽ പറ മൈക്കിൽ പറ. നിന്നെ ഞാനൊന്നേ അയ്യോ പോണു അമ്മേ. ഓട്ടടാ. ഇത് പിടി. നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം, അമ്മ വേണോ ഭാര്യ വേണോ? രണ്ടും വേണം. നടക്കില്ല. ഏറ്റവും ചൂടും ചൂരും മറക്കാൻ പറ്റില്ലെങ്കിലേ നീയും കൂടെ പൊക്കണ പെങ്കൊന്ന. ഞാൻ പോവും. പോയാല് ഈ കണ്ടു കാണപ്പെട്ട സ്വത്ത് മുഴുവൻ ഞാൻ അനാഥാലയത്തിന് എഴുതി വെക്കും. ഇനി നീ തീരുമാനിക്കും, ഭാര്യ വേണോ ഈ പാവം അമ്മ വേണം. എനിക്ക് ഈ പാവ അമ്മ മതി. നിങ്ങൾ ഈ തള്ളയുടെ ഇളിയും കണ്ടോണ്ട് നിന്നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാര്യയും കുട്ടിയും വേണമെന്ന് തോന്നിയാ എന്റെ തറവാട്ടിലേക്ക് പോരെ, ഞാനവിടെ കാണും. ഇനി ഈ പടിക്കകത്ത് ഞാൻ കാലുകുത്തൂല. മാധവി നാളെ പോയാ പോരെ. ഇനി നീ ഇങ്ങോട്ട് വന്ന നിന്റെ മുട്ടുകാരി ഞാൻ തല്ലൊടിക്കും. എത്രയായി? 12. ഇന്നാ 12 രൂപ അത് ഇത്തിരി പോലും. സ്റ്റാൻഡിൽ ഇവിടെ വരാൻ 8 രൂപയല്ലേ ഉള്ളു. വെള്ളം ഇറങ്ങി ചാവൂല. ഇങ്ങനെ മേടിച്ച എന്റെ കാര്യ. അല്ല, നീ നിന്റെ അമ്മയുടെ പ്രധാന തലേന്ന് എത്തിയോ? അമ്മയുടെ പിറന്നാൾ വന്നതൊന്നുമല്ല, എന്റെ അമ്മായിമ്മയുടെ അടിയന്തരത്തിൽ ക്ഷണിക്കാൻ വന്നതാ. അവർ ചത്തോ? ഭാർഗവൻ ചേട്ടൻ എന്തേ? അങ്ങയുടെ അമ്മയുടെ ചതയ്ക്ക് തീ കൊടുത്താനേ അവിടെ തന്നെ നിൽക്കുക. ഞാൻ അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കേട്ടു. ഓ, അമ്മ എന്തേ? വേണ്ട, അവിടുത്തെ കാര്യം എവിടെയും ഇവിടുത്തെ കാര്യം അവിടെയും പറയണ്ട. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിനക്ക് ക്ഷമിച്ചുകൂടെ? എന്നെ പോലെ അവരും നിന്റെ അമ്മയല്ലേ? അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ. അമ്മായിയമ്മമാരെ കുറ്റം പറയുന്ന മരുമക്കൾ ഒന്നും മറക്കുന്നു. അവരും നാളത്തെ അമ്മായിയമ്മമാരാണെന്ന്. ഞാൻ വന്നു കയറി ഇഷ്ടമായില്ലെങ്കിൽ അത് പറ. ഇഷ്ടായില്ല. അല്ലേ ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ബാലേന്ദ്ര, എടാ നിന്നെ ഈ ഒക്കത്തിരുത്തി ഒത്തിരി ലാളിച്ചിട്ടുള്ള ഞാൻ, അത് നീ മറക്കരുത്. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചിയുടെ കാര്യം പണ്ടേ തീരുമാനമായതല്ലേ? അതല്ലേ ചേച്ചിയെ കെട്ടിച്ചു വിട്ടത്? വെറുതെ അല്ല, പഠിച്ച് പാസ്സായിട്ടും പറമ്പിൽ തൂമ്പാപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്രൻ. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എണ്ണി നോക്കിക്കേ. എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കീറ് കൃത്യ. പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്ത്? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, മറന്നതായിരിക്കും. ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ, എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഓസിന് മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ, നീ ആ വരാന്തയിൽ വെച്ചെടുത്താ മതി, നല്ല സീനറി കിട്ടും. ഈ ബോസിലൊന്നും അടിച്ചേ. ഇരിക്കയില്ല, താഴെ അതൊന്നും നീ പഠിപ്പിക്കണ്ട. ചെരിഞ്ഞ് ഇങ്ങോട്ടല്ല അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ ഇതൊരെണ്ണം മാത്രം മതിയല്ലേ? അത് ഇതടി, ഇത് ഉഗ്രം ബോസാ. ഇതടിച്ചും കാണട്ടെ. കാണട്ടെ ചേട്ടാ, അടിച്ചോ മോളിൽ നോക്കുന്നു. അടിച്ചോ. പ്രേമേന്ദ്ര, ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല, ഇല്ലാന്നോ? ഫിലിമില്ല ഇതിന്റെ അകത്ത്. ഞാൻ എടുത്തിട്ട് വരാം. ഓ, നല്ല മൂഡിൽ വന്നപ്പോഴാണ് നിർത്തിയത്. നിന്റെ മൂഡ് അനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടി തരണ. മനസ്സിലായില്ല? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ നിന്റെ ഒളിഞ്ഞോട്ടം? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്. ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കുക ചെയ്ത രണ്ടിനെ കൊന്നുകളെ ഞാൻ. കൊലും പറ്റിയോടാ? പറ്റില്ല, വാ, അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം. അല്ല പ്രമേന്ദ്ര, ഈ 1-ാം തീയതി തല്ലു കിട്ടിയ ആ മാസം മുഴുവനും തല്ലു കിട്ടുമോ? ചേട്ടന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ
ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുക്കെ തല്ല് കിട്ടും. ചേട്ടൻ ആരെ വിളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത്? ഞാനൊരു കുളിയും കണ്ടില്ല. സീനറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. സീനറി ഇപ്പൊ സീൻ ആകെ നാറിയില്ലേ? അസല് ചവിട്ടാവൻ ഹൗസിംഗ് ചവിട്ടിയത്. അത് കണ്ടാ അറിയാം, കമ്പനിയുടെ എമ്പടക്കം പതിഞ്ഞിട്ടുണ്ട്. അയ്യേ. ആ പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞാ അയാളോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. ഫോൺ വരാൻ കണ്ടൊരു നേരം. ഹലോ, ആ ആൽബം റെഡി ആയിട്ടുണ്ട്. ആ കൊടുത്തേക്കാം. പിന്നെ 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 പറയാം. എന്താ എന്താ എന്താ? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ? അതെന്താണെന്ന് താൻ അറിയണ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ? കൂടിയിട്ട് പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു ഇരിപ്പാടോ. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ലാട്ടോ ആ കണ്ടീഷനിലെ ഓരോരുത്തന്റെ ഇരിപ്പ്. അല്ല ഇതാര് രേണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. എന്താ പ്രേമൻ എന്തു പറ്റി? ഏയ് എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയി ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവന് തലക്ക് വട്ട. അല്ല, പ്രേമൻ എന്തോ കുഴപ്പം പറ്റി. കുമ്പിടരുത്, അതെടുക്കരുത്. അയ്യേ, പാന്റ് ഇടാതാണ് ഇരിക്കുന്നത്. പാന്റ് ഇട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് ചെളി തെറിച്ചു, അത് കഴുകാൻ ഊരിയിട്ടത്. ശരി ശരി, ഞാൻ തിരിഞ്ഞു നിൽക്കാം. വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ, അങ്ങനെ തന്നെ തിരിഞ്ഞു നിന്നോ.